ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കതിലൊരു നാടൻ ഓമയ്ക്കത്തോരൻ കണ്ടാലോ? അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിലർക്ക് ഈ ഓമയ്ക്കത്തോരൻ എന്താണെന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ? ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ ചില നാടുകളിൽ ഓരോരുത്തർക്കും ഓരോ പേരാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പപ്പായ എന്ന് പറയും, ഇവിടെ മാവേലിക്കൊക്കെ ഓമയ്ക്ക എന്ന് പറയുവേ. അപ്പോൾ ഓമയ്ക്ക കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ വേണ്ടത് അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കാന്താരിയും കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് അമ്മിക്കല്ലിലിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണേ. ഒരുപാട് ചെറുതായിട്ടല്ല, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്ക അഥവാ പപ്പായ ചേർത്ത് കൊടുക്കുക കേട്ടോ. പപ്പായ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ നമ്മൾ പയറിൽ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പയർ ഓപ്ഷണലാണ് കേട്ടോ. പയർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, പക്ഷേ പയർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓമയ്ക്ക ഒന്ന് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് വെള്ളം വേണമെങ്കിൽ തളിച്ച് കൊടുക്കാം അടി കരിയാതിരിക്കാൻ. പക്ഷേ ലോ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഓമയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടുവേ. അപ്പോൾ ഓമയ്ക്ക വെന്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പച്ച ചുവ മാറണം കേട്ടോ. ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം ഉണ്ടാവും. ഈ പയറൊക്കെ ചേർത്തത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഓമയ്ക്ക തോരൻ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.